ഹായ് ഗായ്സ്, എന്തൊക്കെ ഉണ്ട്? എല്ലാവർക്കും നമസ്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി കമൻറ്റ് ചെയ്ത ആ ഒരു ഫൗണ്ടെയിൻ്റെ നിർമ്മാണമാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും നടുക്കൊക്കെയായിട്ടാണ് നമുക്കത് സെറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ഇൻട്രോ എടുത്തോളാം, ഇയാളൊന്നും ഇവിടെ വന്ന് നിൽക്കണ്ട. എന്താണ് ഞാൻ ഇൻട്രോ എടുക്കേണ്ട സമയത്ത് പോയി. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ പണിക്കാരനാണ് ഗൈസ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഫൗണ്ടെയിൻ എവിടെ നിർമ്മിക്കും എന്നതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ കുറേ പണിഞ്ഞു ഗൈസ്, നോക്കി എവിടെ പണിയും എന്നുള്ളത്. ആൻഡ് ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഇവിടെ പണിയാന്ന്. പക്ഷേ ഇത് നമ്മുടെ ടൗണല്ല, ഇതിൻ്റെ നടുക്കല്ല. ഓക്കെ, ബട്ട് ഞാൻ ഇവിടെ ഫസ്റ്റ് പണിയാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് അങ്ങനത്തെ ഒരു വേണ്ട തോന്നിയിട്ട് ഞാൻ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ബിൽഡ് പണിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ആകുമ്പോൾ ഏകദേശം എല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം നടുക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ പണിയാം. അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ പ്ലാൻ വരയ്ക്കണം. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയല്ല ഗൈസ്, കുറേ പേർക്ക് അങ്ങനത്തെ ഒരു തോട്ടുണ്ട്. നിങ്ങളെ കാണിക്കാനാണ് ഞാനിങ്ങനെ പ്ലാൻ വരയ്ക്കുന്നത്. അല്ല ഗൈസ്, എനിക്ക് പണിയാനുള്ള എളുപ്പത്തിനാണ് ഞാനിങ്ങനെ പ്ലാൻ വരയ്ക്കുന്നത്. ഓക്കെ, സോ നമുക്ക് വട്ടത്തിൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വട്ടം വരയ്ക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ചേച്ചി പഠിപ്പിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ വട്ടം വരക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോൺ ബ്രിക്സ് ഉണ്ടല്ലോ, അതെടുത്തതിന് ശേഷം ആ ഒരു അതിൻ്റെയൊക്കെ ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്കിയിട്ട് ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് ചേച്ചി പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മളത് അതുപോലെ വെക്കുക. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വരും, ആരും ഫോണൊന്നും എടുത്ത് പൊട്ടിക്കരുത്, ബിക്കോസ് ഇതൊക്കെ ജസ്റ്റ് നോർമൽ ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുക. ദെൻ നമുക്ക് ഇവിടെ നിന്നൊരു 2 ബ്ലോക്ക് താഴേക്ക് പൊട്ടിക്കണം. അപ്പോൾ കുറച്ചൊരു കുഴി പോലെ ഉണ്ടാവും. ഇത് കിണറല്ല, നോട്ട് ദ പോയിന്റ്. ഓക്കെ, സോ നമ്മളിതാ താഴോട്ടേക്ക് 2 ബ്ലോക്കാണ് പൊട്ടിക്കണേ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയർ പൊട്ടിച്ചിട്ട് രണ്ടാമത്തേൽ പോകാം. അപ്പോൾ നമ്മളിത് 2 ലെയർ പൊട്ടിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ രണ്ടാമത് പൊട്ടിച്ച ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് മൂടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡേർട്ടിനെ കാണാൻ വലിയ രസമില്ലാത്തതുകൊണ്ട് അത് മാറ്റിയിട്ട് നമ്മുടെ ഇതിൻ്റെ പേരെന്താ, സ്റ്റോൺ ബ്രിക്ക്, അത് വെക്കുകയാണ്. ഞാൻ കുറച്ചധികം ബോറായിട്ട് സംസാരിക്കുന്നുണ്ടോ ഗൈസ്? പക്ഷെ കുഴപ്പമില്ലല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത് വെച്ച് കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ കണ്ടുപിടിക്കുക. സെൻറ്റർ നിങ്ങൾ മാത്സൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ, ഇതിനൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ്. ഓക്കെ, പിന്നെ നമ്മൾ 5 ബ്ലോക്കാണ് മേപ്പോട്ടേക്ക് വെക്കേണ്ടത്. അപ്പോൾ എണ്ണാനൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 5 ബ്ലോക്ക് അതുപോലെ എണ്ണി വെക്കുക. അങ്ങനെ നമ്മളത് വെച്ചു. ദെൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ബ്രിക്ക് ആവേണ്ടത്. എൻ്റെ കയ്യിൽ ബ്രിക്ക് ഇല്ല, അപ്പോൾ നമുക്ക് പോയിട്ട് കുറച്ചധികം ബ്രിക്സ് ഒപ്പിച്ചിട്ട് വരാം. ഇനി നമ്മൾ ബ്രിക്ക് എടുത്തതിന് ശേഷം ഒരു 3 ബ്ലോക്ക് മേപ്പോട്ടേക്ക് 1 2 3 ഇവിടെ ഇട്ട് ഇതുപോലെ 4 സൈഡിലും ബ്രിക്ക് വെക്കുക. ഇതുപോലെ ഉണ്ടാവും. വെച്ച് കഴിയുമ്പോൾ വെക്കുന്നേ ഉള്ളൂ, പക്ഷേ അതിന് മുമ്പ് നമ്മളങ്ങ് ഇമാജിൻ ചെയ്തു ഗൈസ് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമ്മളത് വെച്ച് കൊടുക്കുക. ദെൻ സ്റ്റെയേഴ്സ് ആണ് വേണ്ടത്. സ്റ്റെയേഴ്സ് എടുത്തതിന് ശേഷം തല തിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കമഴ്ത്തിയിട്ട് വെക്കൂലേ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട്, അതായത് ഇതുപോലെ അങ്ങനെ നമ്മൾ വെക്കാം. ഗൈസ്, നമ്മുടെ സാധനം ഇവിടെ സെറ്റായി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബാക്കിയൊക്കെ ബിൽഡ് ചെയ്യുന്ന വീഡിയോ ഇവിടെ. ഗൈസ്, ഞാനത് എടുത്തു, പക്ഷേ എൻ്റെ ഫോണിൻ്റെ ഒരു കാരണം ഡൗൺലോഡ് ആയില്ലേ ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്? പകുതി മുക്കാൽ വീഡിയോസും ഇതുപോലെയാണ് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറ. നമുക്ക് ഫോം വാങ്ങിക്കാം ഗൈസ്. ഓക്കെ, ഫോം വാങ്ങിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ഇനി വീഡിയോ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ. അത് കാര്യമായിട്ടൊന്നുമില്ല. മേളിലും നമ്മൾ താഴെ ചെയ്ത പോലെ തന്നെ സ്റ്റെയേഴ്സൊക്കെ വെച്ചു. പിന്നെ അതിന് മുകളിലെല്ലാം വെള്ളം ഒഴിച്ചു. അത് അഭിനയിച്ചതിനുള്ളിൽ ലാൻഡൺ വെച്ചു. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ കൊള്ളാമെന്ന് തോന്നുന്നു, പക്ഷെ കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അയ്യോ, ഞാൻ ഉള്ളതാണ് ഒരു വായി 2 വർത്തമാനം പറയുന്ന പോലെ ഉണ്ട്. കൊള്ളാമെന്ന് തോന്നുന്നു, പക്ഷെ കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അതിൻ്റെ ഇതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ബ്ലോക്ക് വെച്ചു. ബിക്കോസ് കുറച്ചുകൂടെ നീളം വേണം എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ട് ഫുള്ളെന്ന്. ഈ കൊള്ളില്ല, അല്ല ഗൈസ്, കൊള്ളത്തില്ല, ഒരു രസമില്ല തോന്നുന്നു കാണാൻ. പിന്നെ ഞാൻ മൊത്തം ബോൺമേലൊക്കെ ചെയ്തിട്ടാണ്, അതാണ് ഫുൾ ഒരു പച്ചപ്പ് കാണുന്നത്. അപ്പോൾ നമുക്ക് ആ മുകളിൽ വെച്ച ബ്ലോക്ക് അങ്ങ് പൊട്ടിച്ച് മാറ്റാം. കുറച്ച് നീളക്കുറവുണ്ട് ഇതിന്, പക്ഷെ വലിയ കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ഈ ഒരു ഏരിയക്ക് ചേരുന്നുണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കതൊക്കെ ഫുൾ പൊട്ടിച്ചിട്ട് താഴെ ഇറങ്ങി നോക്കാം എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്.
നോക്കട്ടെ. വാവ്, അടിപൊളിയാണ് ഗായ്സ്. കൊള്ളാം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇങ്ങനത്തെ ഒരു ഐഡിയ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ കുട്ടീനെ കമൻറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം, ഇത് നമ്മുടെ ഈ രീതിക്ക് ചേരുന്നുമുണ്ട്. ലൈക്ക് കൊള്ളാം അല്ലേ, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്കിഷ്ടപ്പെട്ടു. കുറച്ച് നീളക്കുറവുള്ള പോലെ ഫീൽ ചെയ്തു, പക്ഷേ ഈ ഒരു സ്ഥലത്തിന് ഇത് തന്നെയാണ് ബെറ്റർ ആയിട്ട് ഉള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇത്ര ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. സോ വീഡിയോ ഫുള്ളായിട്ട് തന്നെ മാക്സിമം കാണുക. പിന്നെ താങ്ക് യു ഫോർ ആ കുട്ടി, അവളുടെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. സോ അടുത്ത വീഡിയോ பார்க்கலாம். ബൈ.